നമ്മൾ സ്ത്രീജനങ്ങൾ ഒഴുകിയെത്തി എന്നൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പൂർണ്ണമായും അർത്ഥവത്താവുകയാണ്. തിരുവനന്തപുരത്ത് തലസ്ഥാനം മുഴുവൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ഭക്തജനലക്ഷങ്ങൾ പൊങ്കാല അർപ്പിക്കുമെന്ന് ഇന്ന് പുലർച്ചെ മുതൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ക്ഷേത്ര പരിസരത്തെ പണ്ടാരടുപ്പിൽ ഇന്ന് രാവിലെ 10:30 മണിക്ക് മേൽശാന്തി തീ പകരുന്നതോടെ പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് പൊങ്കാല നിവേദ്യം. അതിവിപുലമായ കവറേജാണ് 24 ഇത്തവണയും ഉറപ്പുവരുത്തിയിരിക്കുന്നത്. നമ്മുടെ വാർത്താ അവതാരകർ തന്നെ തലസ്ഥാന നഗരിയിൽ 2-3 ദിവസങ്ങളായി ക്യാമ്പ് ചെയ്യുന്നു. പൊങ്കാല മഹോത്സവത്തിൻ്റെ ഓരോ ദൃശ്യവും നഷ്ടപ്പെടാതെ ഒപ്പിയെടുത്ത് പ്രേക്ഷകരിൽ എത്തിക്കാൻ നമുക്കൊപ്പം പണ്ടാരടുപ്പിൻ്റെ വിശേഷങ്ങളുമായി സ്മിത ഹരിദാസും അതുപോലെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് പ്രവിത ലക്ഷ്മിയും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന തമ്പാനൂർ ബസ് സ്റ്റാൻഡും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും അടങ്ങിയ സ്പോട്ടിൽ നിന്ന് ഗോപിക സുരേഷും അതുപോലെ അട്ടക്കുളങ്ങരയിലെ സ്ത്രീജന പ്രവാഹത്തിൻ്റെ തത്സമയ വിവരങ്ങൾ നൽകാൻ ശ്രീനിത കൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. 4 പേർക്കും എൻ്റെ സുപ്രഭാതം. അപ്പോൾ നല്ല ചൂടാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് എനിക്കറിയാം. ഇന്ന് ചൂട് കൂടും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രവിത ലക്ഷ്മി, ആറ്റുകാലിൻ്റെ പരിസര പ്രദേശങ്ങൾ ജനനിബിഡമായി കഴിഞ്ഞു. എന്തൊക്കെയാണ് ആറ്റുകാൽ മഹോത്സവത്തിലേക്ക്? ആദ്യം നമുക്ക് സ്മിത ഹരിദാസിലേക്ക് പോകാം. ആറ്റുകാൽ ജനനിബിഡമാണെന്നറിയാം. അതായത് ഓരോ ഭക്തയുടെയും മുഖഭാവ ദൃശ്യങ്ങൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ എത്രമാത്രം സമർപ്പിതമായിട്ടാണ് അവർ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. പറയൂ വിശേഷങ്ങൾ. അതെ, സ്കാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയ തിരക്കാണ്. പക്ഷേ ഈ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ ഒക്കെ മുഖത്ത് കാണുന്നത് അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആറ്റുകാൽ പൊങ്കാല ഇടണം. പൊങ്കാല നിവേദിക്കുന്നതിന് മുൻപായി ദേവിയെ ഒന്ന് കണ്ട് തൊഴുത് അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് ദർശനം നടത്തിയതിന് ശേഷം അവരവരുടെ പൊങ്കാല അടുപ്പുകൾക്ക് അരികിലേക്ക് തിരികെ എത്തണം. വലിയ തിരക്കാണ്, വലിയ കിലോമീറ്ററുകളോളം നീളുന്ന ക്യൂ. നമ്മൾ ഇന്ന് രാവിലെ അതിരാവിലെ മുതൽ നമ്മളൊരു 4 മണിക്കുള്ളിൽ ഇവിടെ എത്തിയതാണ്, 3-3:30 ആയപ്പോൾ ഇവിടെ എത്തിയതാണ്. അപ്പോൾ മുതൽ ഒരുപാട് ദൂരേക്ക് നീളുന്ന ക്യൂ നമ്മൾ അപ്പോൾ മുതൽ കണ്ടു തുടങ്ങിയതാണ്. ഇതിപ്പോൾ രാവിലെ ഈ ക്ഷേത്ര ദർശനം, അത് ഈ ചടങ്ങുകളുടെ തന്നെ ഒരു ആചാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പൊങ്കാല ഇടുന്നതിന് മുൻപായി ദേവിയെ കണ്ട് 7 ദിവസങ്ങളും 5 ദിവസങ്ങളും 3 ദിവസങ്ങളും ഒക്കെയായി വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിയതാണ്. അപ്പോൾ ഇന്ന് കുളിച്ചൊരുങ്ങി കോടിവസ്ത്രമുടുത്ത് അല്ലെങ്കിൽ അലക്കിത്തേച്ച വസ്ത്രമുടുത്ത് ദേവിയെ കണ്ട് ദർശനം നടത്തിയതിന് ശേഷം പൊങ്കാല അടുപ്പിനരികിലേക്ക് പോകുന്നു. കൃത്യം 10:30-ക്ക് ശ്രീകോവിലിനകത്തു നിന്ന് ക്ഷേത്രം തന്ത്രി മേൽശാന്തിക്ക് ശ്രീകോവിലിലെ വിളക്കിൽ നിന്നുള്ള ദീപത്തിൽ നിന്നുള്ള ആ ദീപം പകർന്ന് കൈമാറി അത് നമ്മൾ ഈ ക്ഷേത്ര നടയിൽ തന്നെയുള്ള ഭണ്ഡാര അടുപ്പിലേക്ക് കൊണ്ടുവരുന്നു. അതിനു മുൻപ് അവിടെ ഒരു പുണ്യാഹ ചടങ്ങുണ്ട്. ആ പുണ്യാഹ ചടങ്ങിനൊപ്പം തന്നെ എല്ലാ അടുപ്പുകളിലും തീർത്ഥം തളിക്കുന്നു. അതോടുകൂടി അടുപ്പ് കൂട്ടുന്നു. അടുപ്പ് കൂട്ടി മൺകലത്തിൽ വെള്ളം വച്ച് പൊങ്കാലയ്ക്കുള്ള സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങളാകുന്നു. ഭണ്ഡാര അടുപ്പിൽ തീ പകർന്നാൽ ഉടൻ തന്നെ എല്ലാ അടുപ്പുകളിലേക്കും അഗ്നി പകരുന്നു. അപ്പോൾ തുടക്കമാകുന്നു പൊങ്കാല സമർപ്പണത്തിനുള്ള നിവേദ്യത്തിൻ്റെ ആദ്യഘട്ടം. അത് കഴിഞ്ഞൊരു 2:30 മണി വരെ ഈ നിവേദ്യം അത് റെഡിയാകാനുള്ള സമയമാണ്. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ചടങ്ങ് നിവേദ്യം പൂജിച്ചതിന് ശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും ആ നിവേദ്യ ചോറ് കഴിച്ച് ആ നിവേദ്യം കഴിച്ചാണ് ഈ വ്രതം അവർ അവസാനിപ്പിക്കുന്നത്. ഈ 10:30 മണിയോടുകൂടി ഇവിടെ ക്ഷേത്ര നടയിൽ നമുക്ക് കാണാം കുത്തിയോട്ടം. ഈ 10 ദിവസങ്ങളായി അവിടെ തോറ്റംപാട്ടുണ്ട്, കുത്തിയോട്ടമുണ്ട്. തോറ്റംപാട്ട് കേട്ടിരുന്നാൽ നമുക്കറിയാം കണ്ണകി ചരിതം മുഴുവൻ അവർ ദേവിയുടെ ബാല്യം, ജനനം, ബാല്യം, ശൈശവം, അത് കഴിഞ്ഞ് ബാല്യം, കൗമാരം, വിവാഹം, അതിനുശേഷം ഉണ്ടാകുന്ന വലിയ സങ്കടകരമായ കാര്യങ്ങൾ, കോവലനെ, നിരപരാധിയായ കണ്ണകിയുടെ ഭർത്താവിനെ പാണ്ഡ്യരാജാവിൻ്റെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷമുണ്ടായ കോപം, ആ മധുരാപുരി ചുട്ടരിച്ചതിന് ശേഷമുള്ള വരവ്, ആ രീതിയിലുള്ള ഐതിഹ്യ കഥകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ പലർക്കും പല ഭക്തജനങ്ങളും ഈ രീതിയിൽ ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൊങ്കാല സമർപ്പണത്തിനും ആ രീതിയിലുള്ള ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. ആചാരങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും കൃത്യമായി കാര്യങ്ങൾ പോകുന്നത്. ലോകത്തിലെ നാനാഭാഗത്തു നിന്നുള്ള മലയാളികൾ, അതായത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ 4-5 ദിവസത്തേക്ക് മാത്രം ഈ പൊങ്കാല ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായി എത്തിയിട്ടുള്ള ഭക്തജനങ്ങളെ നമ്മളിവിടെ കണ്ടു. കൂടുതലും സ്ത്രീകൾ തന്നെയാണ് വരുന്നത്. അവരൊറ്റയ്ക്കും കൂട്ടമായും എത്തുന്നു. ഒരുപാട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും എത്തുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ജില്ലകളിൽ നിന്നുള്ള ആളുകളെ നമ്മൾ കണ്ടു. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ കണ്ടു. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള മലയാളികൾ, അവർക്കൊപ്പം തന്നെ മറ്റ് ഭാഷക്കാരായ ഭക്തർ, അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അല്പം പോലും അതിശയോക്തിയില്ല എന്ന ദൃശ്യങ്ങളിൽ
നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത്തവണ പതിവിലും വിപരീതമായി കാർത്തിക നാളിൽ കാപ്പുകെട്ടി ഈ ചടങ്ങ് തുടങ്ങി, ക്ഷേത്രോത്സവം തുടങ്ങിയത് മുതൽ ഇതുപോലുള്ള ജനത്തിരക്കാണ്, ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് ഇവിടെ കാണുന്നുണ്ട് എന്നാണ് ഇവിടെയുള്ളവരൊക്കെ തന്നെ പറഞ്ഞത്. നമ്മൾ ഈ വന്ന 2-3 ദിവസവും നമ്മൾ ആ രീതിയിലുള്ള ദൃശ്യങ്ങൾ തന്നെ കണ്ടു. വലിയ തിരക്കാണ്. ഇന്നലെയും വലിയ തിരക്കായിരുന്നു. കഴിഞ്ഞ വർഷം 5 ലക്ഷം കടന്നെങ്കിൽ ഇത്തവണ അതിലും കടക്കും ഭക്തജനങ്ങളുടെ ഈ ഒരു തിരക്ക് എന്നാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും എനിക്ക് തോന്നുന്നു സ്ത്രീ ഭക്തജനങ്ങളുടെ തിരക്ക് ഇത്തവണ കൂടുതലാണ്. ഇപ്പോൾ ക്യൂവിലൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പുരുഷ ഭക്തർ വളരെ കുറവാണ്. അവർ കൂടെയുള്ള സ്ത്രീകളെ, അവരുടെ ആ ഒരു ഭക്തി അത് മനസ്സിലാക്കി തന്നെ സ്ത്രീകളെ കൂടുതൽ അങ്ങോട്ട് തിരക്കിലേക്ക് അവർ തന്നെ ആദ്യം കണ്ട് ക്ഷേത്ര ദർശനം നടത്തട്ടെ എന്ന് കരുതി തന്നെയാണെന്ന് തോന്നുന്നു. ക്ഷമയോടെ കാത്തിരിക്കുന്ന കുടുംബത്തിലുള്ള പലരെയും നമ്മൾ പുറത്ത് കണ്ടു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം സ്ത്രീകൾ തന്നെയാണ് കൂടുതലും. ചെറിയ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയായ സ്ത്രീകളുണ്ട്. അതോടൊപ്പം തന്നെ അവരൊന്ന് കണ്ട് കാണിക്ക അർപ്പിച്ച് ഇവിടെ പലതരത്തിലുള്ള ഈ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് പലതരം ചടങ്ങുകളുമുണ്ട്. 1, 2, 3 ആ രീതിയിൽ താലപ്പൊലിയുണ്ട്, ചെറിയ കുട്ടികളുടെ താലപ്പൊലിയുണ്ട്, കുത്തിയോട്ടമുണ്ട്. കുത്തിയോട്ടം ബാലന്മാരുടെ കഥയൊക്കെ ദേവിയുടെ മുറിവേറ്റ ഭടന്മാരാണ് അവർ എന്നാണ് ഈ കുത്തിയോട്ടത്തിലെ ബാലന്മാരെ കുറിച്ചുള്ള ഒരു വിശ്വാസം. അവർ ഈ ദിവസങ്ങളിൽ ഇവിടെയുണ്ട്. വ്രതാനുഷ്ഠാനങ്ങളോടെ നമസ്കാരങ്ങളുമായി അവർ ഈ 7 ദിവസം ഇവിടെയുണ്ട്. നാളെയാണ് അവർ മടങ്ങുക. ഇന്നിപ്പോൾ ധർമ്മശാസ്താവിനെ ദർശിക്കാൻ ദേവി പൊങ്കാലയ്ക്ക് ശേഷം വൈകിട്ടുള്ള ഉത്സവത്തിന് പോകുമ്പോൾ ഈ കുത്തിയോട്ടം ആ സമയത്താണ് കുത്തിയോട്ടം ആചരിക്കുന്നത്. ഈ രീതിയിൽ വലിയ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ നിറഞ്ഞ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു. സ്മിത ഹരിദാസാണ് വിവരങ്ങൾ നൽകിയത്. ഈ ക്ഷേത്ര ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പുരാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്മിത ഹരിദാസ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ജനലക്ഷങ്ങളാണ് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്ത്രീ സംഗമമാണ് ആറ്റുകാലിൽ നടക്കുന്നത്. തീർത്തും ഭക്തിസാന്ദ്രമാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ ആകാശ ദൃശ്യമാണ്. ഹെലിക്യാം ഷോട്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 10,000-കണക്കിന് സ്ത്രീകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിലോമീറ്ററുകൾ നീളത്തിൽ സ്ത്രീകളുടെ നീണ്ട വരികളാണ് ഇപ്പോൾ കാണുന്നത്. വളരെ വെളുപ്പിന് 3 മണിക്ക് തന്നെ സ്ഥലം ബുക്ക് ചെയ്ത് അവിടേക്ക് ചേക്കേറിയിട്ടുള്ള വനിതകളുടെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ക്ഷേത്ര പരിസരം, ആറ്റുകാൽ ക്ഷേത്ര പരിസരം ഭക്തി നിർഭരമായി കഴിഞ്ഞിരിക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഗമം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ. പ്രവിത ലക്ഷ്മി ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. പ്രവിത ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. പ്രവിത, ഒരുപക്ഷെ ഇത്രയും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് ആറ്റുകാൽ പൊങ്കാല അരങ്ങേറുക. ഈ ക്ഷേത്ര പരിസരത്ത് 10,000-കണക്കിന് സ്ത്രീജനങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രവിത ലക്ഷ്മി ആലോചിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിശേഷങ്ങൾ? പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഞാനിപ്പോൾ നിൽക്കുന്നത് SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്താണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തെക്കേ നടയുടെ സമീപമാണ്. ഇവിടെ നിറയെ സ്ത്രീജനങ്ങളെ കൊണ്ട്, ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. SKN എന്നോട് ചോദിച്ചല്ലോ എന്താണ് ഇപ്പോൾ മനസ്സിൽ വരുന്നതെന്ന്. ഒരു പക്ഷേ സ്ത്രീകൾക്ക് ഇത്രയധികം സ്വാതന്ത്ര്യത്തോടെ വന്നു പോകാൻ സാധിക്കുന്ന, ഒരു ഭയത്തോടെയും ഒരു ഭയവും ഇല്ലാതെ സർവ്വസ്വാതന്ത്ര്യത്തോടെ വരാൻ സാധിക്കുന്ന ഒരു ഉത്സവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആറ്റുകാൽ പൊങ്കാലയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രം തന്നെ അറിയപ്പെടുന്നത്. ഇവിടേക്ക് സ്ത്രീകളുടെയും ഭക്തരുടെയും ഒഴുക്കാണ്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഞാൻ ഈ തെക്കേ നടയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് ദേവിയെ കണ്ട് തൊഴാനായി എത്തുന്നുണ്ട്. ഈ ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിച്ച ശേഷമാണ് പൊങ്കാല അർപ്പിക്കാൻ പോകേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ക്ഷേത്ര പരിസരത്തെല്ലാം ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ എതിർവശത്ത് അവിടെ ഒരു മൈതാനമുണ്ട്. അവിടെയെല്ലാം പൊങ്കാല കലങ്ങൾ കൂട്ടിവെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തരി മാത്രമേ സ്ഥലമുള്ളൂ. അത്ര അടുക്കിയാണ് പൊങ്കാലക്കലങ്ങൾ വെച്ചിരിക്കുന്നത്. കാരണം ഒരു തരി സ്ഥലം കിട്ടിയാൽ അവിടെ ഒരാൾക്ക് പൊങ്കാല അർപ്പിക്കാം. അത്രത്തോളം ഈ ക്ഷേത്രത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ഇവിടേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുകയാണ്. കാരണം ക്ഷേത്രത്തിൻ്റെ അടുത്ത് പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത് ഏതൊരു ഭക്തയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്കാണ്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശത്തൊക്കെ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. ഈ ബുക്ക് ചെയ്യാത്തവർ തന്നെ അവിടെ മുൻപ് തന്നെ വന്ന് സ്ഥലം പിടിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 2 ദിവസമായല്ലോ SKN. ഈ 2 ദിവസം തിരക്ക് കൂടിക്കൂടി വരുന്നതല്ലാണ്ട് അതിന് യാതൊരു കുറവുമില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് കൂടുതൽ ഭക്തരെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ മകം തൊഴലായിരുന്നു ചോറ്റാനിക്കരയിൽ. അപ്പം ആ മകം തൊഴൽ കഴിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന ദേവീ ഭക്തരായിട്ടുള്ള നിരവധി ആളുകൾ
ആളുകളുണ്ട്. അപ്പോൾ അവരെ എല്ലാം ഉൾക്കൊള്ളിക്കാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. SKN അറിയാമെന്ന് തോന്നുന്നു, തിരുവനന്തപുരം നഗരസഭ എപ്പോഴും ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും അവർ അഭിനന്ദനം കേൾക്കാറുണ്ട്. കാരണം ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഈ നഗരം ഉടൻ തന്നെ അവർ വൃത്തിയാക്കും. മാത്രമല്ല അതിന് വേണ്ട സൗകര്യങ്ങളും ഒക്കെ ഒരുക്കുന്നതിൽ തിരുവനന്തപുരം നഗരസഭയും ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുമെല്ലാം എപ്പോഴും വിജയം കാണാറുണ്ട്. ഇന്നും ആ തരത്തിലുള്ള ഒരു ഒരുക്കമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അഗ്നിരക്ഷാസേനയും പോലീസും ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയധികം ആളുകൾ എത്തുന്നു, ഇവരെല്ലാം ഭക്തരാണ്. അപ്പോൾ ഇവരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും അവരെ നിയന്ത്രിക്കാൻ ചെയ്യാവുന്ന തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല SKN അല്പസമയം മുൻപ് പറഞ്ഞതുപോലെ 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂട് വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കണം, ഒപ്പം തന്നെ ഫലങ്ങൾ, അതായത് ഫ്രൂട്ട്സ് എന്തെങ്കിലും കയ്യിൽ കരുതണം. പ്രത്യേകിച്ച് ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഈ പൊങ്കാല ഇട്ടതിന് ശേഷം മാത്രമേ ചിലരൊക്കെ ജലപാനം കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹസത്തിനൊന്നും മുതിരരുത് എന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. കാരണം ചൂട് അത്രയധികം കൂടുതലാണ്. ഫെബ്രുവരി 25 ആണെങ്കിൽ പോലും ഫെബ്രുവരിയിലുള്ള ഒരു കാലാവസ്ഥ അല്ലല്ലോ ഇപ്പോഴുള്ളത്. ഇപ്പം ഈ ഒരു സമയം ഇപ്പോൾ 7:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഒരു സമയം തന്നെ ഭയങ്കര ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയേണ്ടതില്ലല്ലോ SKN. മാത്രമല്ല ഈ പൊങ്കാല അടുപ്പ് കത്തിക്കുന്നതോടുകൂടി അതിൻ്റെ ചൂട്, പുക, അതോടൊപ്പം ആ സമയം 10:30ക്കാണ് ഈ പണ്ടാര അടുപ്പിൽ തീ പകരുന്നത്. അതോടൊപ്പം തന്നെ ഈ കിലോമീറ്ററുകളോളം, അതായത് 20 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല അടുപ്പുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അത്രയധികം പൊങ്കാല അടുപ്പിലേക്ക് ഈ തീ ഇങ്ങനെ പകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരം ഒരു യാഗശാലയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ കൂടെയാണ് ഈ ചൂടിനെ വകവയ്ക്കാതെ ഭക്തി മാത്രം മനസ്സിൽ വിചാരിച്ച് എത്തുന്ന സ്ത്രീജനങ്ങൾ. അവരെല്ലാ തരത്തിലുള്ള മുൻകരുതൽ സ്വീകരിക്കണം. പ്രത്യേകിച്ച് വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഞാനിത് ഇപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കായി കൂടിയാണ് പറയുന്നത്. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഉപേക്ഷയും വിചാരിക്കരുത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാൽ തന്നെ അതിനെയൊക്കെ കൈകാര്യം ചെയ്യാനായി കൃത്യമായ മെഡിക്കൽ സംഘമൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അഗ്നിരക്ഷാസേന തയ്യാറായിട്ടുണ്ട്, ഒപ്പം പോലീസ് സംവിധാനം തയ്യാറായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറായിരിക്കുകയാണ് SKN ആറ്റുകാൽ ക്ഷേത്രത്തിൽ. ഓക്കെ, താങ്ക് യു പ്രവിതാലക്ഷ്മി. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് പ്രവിതാലക്ഷ്മി നമുക്കൊപ്പം ചേർന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആറ്റുകാൽ പരിസര പ്രദേശങ്ങളിലെ ആകാശ ദൃശ്യങ്ങളാണ്, ഹെലികാം ഷോട്ട്സ് ആണത്. ഏറ്റവും വലിയ അത്ഭുതം എന്താണ് തലസ്ഥാന നഗരിയിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ തലേ ദിവസം തന്നെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ ഭക്തർ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ്. ഈ ഒരുപക്ഷെ 10,000 പേർ 2-3 ദിവസങ്ങളായി തിരുവനന്തപുരത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഈ ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ ദൈർഘ്യം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് കടക്കുന്നു എന്നതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വലിയ ജനസമിതി, അതിൻ്റെ പോപ്പുലാരിറ്റി അതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കാല നിവേദിക്കാനായി ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തലസ്ഥാന നഗരിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഈ ഹെലികാം ഷോട്ട്സിലൂടെ നിങ്ങൾക്കറിയാം എത്രയധികം ജനലക്ഷങ്ങളാണ് ആറ്റുകാൽ പൊങ്കാല നിവേദിക്കാൻ തലസ്ഥാന നഗരിയിൽ എത്തിയിട്ടുള്ളത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പോലും കയറിപ്പറ്റിയ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇന്നാണ്. പണ്ടാര അടുപ്പിലേക്ക് ഇന്ന് രാവിലെ 10:30 മണിക്ക് തീ പകരുന്നതോടെ ഔപചാരികമായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. എന്തായാലും ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് വൈകുന്നേരമാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കുവാൻ അടുപ്പ് കൂട്ടിയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇത് നിവേദ്യം ഉണ്ടാക്കുക. ഈ നിവേദ്യം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ തലസ്ഥാന നഗരി മുഴുവൻ ചുടുകട്ടകളെ കൊണ്ട് സമ്പന്നമാകും, സമൃദ്ധമാകും. എന്നാൽ ഈ കട്ടകളും പൊടികളും ചൂട്ടും കൊതുമ്പും ഈ തീ പറ്റിക്കാനുള്ള എല്ലാ സാധന സാമഗ്രികളും തുടച്ചു മാറ്റാൻ മണിക്കൂറുകൾ മാത്രമേ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുക്കാറുള്ളൂ. അതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിസ്മയമാണ്. വർഷങ്ങളായി തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തുള്ള ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ നമുക്കൊപ്പം അട്ടക്കുളങ്ങരയിൽ നിന്ന് ശ്രീനിത കൃഷ്ണൻ കൂടി തത്സമയം ചേരുകയാണ്. ശ്രീനിത, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ നിങ്ങൾ വെളുപ്പിന് 3 മണിക്കും 3:30 മണിക്കും ഒക്കെ അവിടെ എത്തിയതാണല്ലോ. അപ്പോൾ മുതലേ തന്നെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്ര പരിസരത്തേക്ക് ഒഴുകി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഒരുപക്ഷെ ഒരാളെ വിസ്മയപ്പെടുന്ന കാഴ്ചകൾ മാത്രമേ ഇപ്പോൾ തലസ്ഥാന നഗരത്തിന് കാണാൻ കഴിയുന്നുള്ളൂ. എന്തൊക്കെയാണ് ശ്രീനിത അട്ടക്കുളങ്ങരയിൽ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്?
വെരി ഗുഡ് മോർണിംഗ് SKN. വെളുപ്പിന് മുതലല്ല ഇന്നലെ മുതലേ ഇവിടേക്ക് ജനപ്രവാഹമായിരുന്നു. ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ലാതെ എല്ലായിടത്തും അടുപ്പുകൾ ഇങ്ങനെ നിരന്നിട്ടുണ്ട്. ചേച്ചിമാരൊക്കെ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക എന്നുള്ള ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. ചേച്ചിമാര് പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള സാധന സാമഗ്രികളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ അമ്മേ, എവിടുന്ന വരുന്നേ? വെഞ്ഞാറമൂട്. എല്ലാ തവണയും പൊങ്കാലയൊക്കെ ഇടാറുണ്ടോ? ഉണ്ട്. ഇത് എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ? ഇത് മണ്ടപ്പറ്റി. വെഞ്ഞാറമൂട് പൊങ്കാല ഇടുന്നുണ്ട്. എന്തിനാ അമ്മ പൊങ്കാല ഇടുന്നത്? എന്തെങ്കിലും ആഗ്രഹ സഫലീകരണത്തിനാണോ? ആറ്റുകാല അമ്മോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. മോന്റെ കല്യാണക്കാരി. ഇങ്ങനെയാണ് കാഴ്ചകൾ. പലരും ആഗ്രഹ സഫലീകരണത്തിനാണ് വരുന്നത്. അതായത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ് ആറ്റുകാൽ അമ്മ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഗ്രഹ സഫലീകരണത്തിനും മറ്റുമായാണ് വരുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് നല്ല ചൂടാണ്, നല്ല വെയിലാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ചെറിയൊരു ആശങ്കയുണ്ട്. ആകാശം മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഒരു ചെറിയ മഴച്ചാറ്റലും തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യില്ല എന്ന് പ്രതീക്ഷിക്കാം. ചൂടില്ലാത്തത് ആശ്വാസമാണെങ്കിൽ കൂടിയും ഇപ്പോൾ മഴക്കാറ് കാണുന്നത് ചെറിയൊരു ആശങ്കയാവുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഞാൻ അട്ടക്കുളങ്ങര ഭാഗത്താണുള്ളത്. ഇത് വേറൊരു വൈബാണ്. നമ്മൾ ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയവർക്ക് അറിയാൻ പറ്റും. അമ്പലത്തിൽ എങ്ങനെയാണ് പാട്ടുണ്ടാവും, ഭക്തിഗാനങ്ങൾ ഉണ്ടാകും, ഒരു ചന്ദനത്തിന്റെ മണം ഉണ്ടാകും. ഒരു വേറൊരു തരം ആംബിയൻസ് ആണ് അല്ലേ? അതേ ക്ഷേത്രത്തിന്റെ ആംബിയൻസ് ആണ് ഈ തലസ്ഥാന നഗരിയിൽ മുഴുവനും. ഒരു നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ ഒരു യാഗശാലയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ കുറച്ച് മുൻപാണ് ആകാശത്ത് അമ്പിളിക്കല ഉണ്ടായിരുന്നു. പൂർണ്ണചന്ദ്രനായിരുന്നു. പൂർണ്ണചന്ദ്രൻ മങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പൂർണ്ണചന്ദ്രനും പൂരം നക്ഷത്രവും ചേർന്ന നാളിലാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. ഇനി ഈ ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവസാന നിമിഷം അവസാനമായി ആറ്റുകാൽ പൊങ്കാല ദിവസം വന്നിരിക്കുകയാണ്. എല്ലാവരും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കാത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ ഓഫീസിന്റെ മുൻവശത്താണുള്ളത്. നമ്മളിവിടെ ഒരു വലിയ LED സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊങ്കാല ഇടാൻ കാത്തിരിക്കുന്ന അമ്മച്ചിമാരൊക്കെ നമ്മുടെ സ്ക്രീനിൽ നോക്കി ആറ്റുകാൽ പൊങ്കാലയുടെയും മറ്റ് വാർത്തകളുടെയും ഒക്കെ അപ്ഡേഷൻസ് ചേച്ചിമാരിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പല പ്രായത്തിലുള്ളവരുണ്ട്. ബാലികാമാർ മുതൽ മുത്തശ്ശിമാർ വരെ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ മനസ്സിലും എല്ലാവരുടെ നാവിലും ഒറ്റ കാര്യമേ ഉള്ളൂ, ആറ്റുകാൽ അമ്മ തന്നെ ശരണം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു അമ്മയുണ്ട്. അമ്മേ, എവിടെന്നാ വരുന്നേ? പവടിക്കോണം. എല്ലാ തവണയും വരാറുണ്ടോ? എല്ലാ തവണയും വരും. ഞാൻ കൊച്ചു നല്ല വരാൻ തുടങ്ങി. 13 വയസ്സോട്ട് വന്നു. ആറ്റുകാൽ അമ്മോട് എല്ലാ സങ്കടങ്ങളും പറഞ്ഞാല് സങ്കടമൊക്കെ തീർന്ന സ്ഥലത്തിലിരുന്നു. നടയിലാണ് ആ ബസ്സിൽ ഇട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടായത്. അമ്മേനെ കാണാൻ പോയിരുന്നോ? ഇന്ന് പോയി. വൈകിട്ട് പോയി തൊഴുതു. അപ്പൊ എല്ലാവരും, എല്ലാ ഭക്തജനങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ്. SKN എല്ലാവരും 10:30 മണിക്ക് പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെ ഇവിടെ എല്ലാ അടുപ്പുകളും ജ്വലിക്കാൻ തുടങ്ങും. SKN ഓക്കെ, താങ്ക് യു. അട്ടക്കുളങ്ങരയിൽ നിന്ന് ശ്രീനിത കൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്ന്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമ്മുടെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ്, നമ്മുടെ ബ്യൂറോ ഒക്കെ തന്നെ ഈ അട്ടക്കുളങ്ങരയിലാണ്. അതിൻ്റെ മുന്നിൽ നിന്നാണ് ശ്രീനിത നമുക്കൊപ്പം ചേർന്നത്. എന്നാൽ അരുൺമോഹൻ പറയുന്നു ഇവിടെ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒറിജിനൽ മഴ പെയ്യിച്ച് പുണ്യാകം ചെയ്ത് പൊങ്കാലയിടുന്ന ശുദ്ധിയാക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറിയ മഴ. എല്ലാം ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹമാണെന്നാണ് അരുൺമോഹൻ പറയുന്നത്. തോമസ് ഊട്ടി പറയുന്നത് SKN സ്മിതയ്ക്കെൻ്റെ ഒരു സ്പെഷ്യൽ നന്ദി. കാരണം പുരാണമൊക്കെ വ്യക്തമായി സ്മിത ഹരിദാസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കൂടി ഇന്ന് രാവിലെ 7 മണിക്ക് വന്നിരുന്നു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ചെറിയ രീതിയിൽ ചാറ്റൽ മഴ തിരുവനന്തപുരം നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ പെയ്യുന്നു എന്നുകൂടി നമ്മുടെ അവതാരകർ റിപ്പോർട്ട് ചെയ്യുന്നു. അതിവിപുലമായ വാർത്താ കവറേജാണ് 24 ഉറപ്പുവരുത്തിയിരിക്കുന്നത്. നമ്മുടെ വാർത്താ അവതാരകർ തന്നെ ആറ്റുകാൽ പരിസരത്തും ക്ഷേത്ര പരിസരത്തും വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇപ്പോൾ ഗോപിക സുരേഷ് തിരുവനന്തപുരം തമ്പാനൂരിൽ നമുക്കൊപ്പം ചേരുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ KSRTC ബസ് സ്റ്റാൻഡും അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂരിലാണ്. 10,000-കണക്കിന് ഭക്തജനങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തമ്പാനൂരിലാണ് എത്തിച്ചേരുന്നത്. നമുക്കൊപ്പം ഗോപിക ചേരുന്നു. ഗോപിക, ഗുഡ് മോർണിംഗ്. എത്ര മണിക്ക് ഈ തമ്പാനൂരിൽ എത്തിച്ചേർന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? എല്ലാ വണ്ടികളും നിറഞ്ഞൊഴുകി തലസ്ഥാന നഗരിയിലേക്ക് ജനലക്ഷങ്ങൾ എത്തുന്ന കാഴ്ചയാണോ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്? പറയൂ.
ക്രിസ്ത്യൻ അങ്ങനെ തന്നെയാണ് തലസ്ഥാന നഗരം ഭക്തി സാന്ദ്രമായിരിക്കുകയാണ്. അനന്തപുരിയിലേക്ക് ഇപ്പോഴും ഭക്തരുടെ വലിയ തരത്തിലുള്ള ഒഴുക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂരാണ്. ഇവിടെ KSRTC സ്റ്റാൻഡിലും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോഴും ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നേരത്തെ നമ്മുടെ ചില പ്രേക്ഷകർ പറഞ്ഞതുപോലെ SKN സൂചിപ്പിച്ചതുപോലെ ഇവിടെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഈ മഴ പെയ്തപ്പോൾ നമ്മൾക്കൊരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു, അയ്യോ മഴ കൂടുമോ എന്ന തരത്തിലുള്ള ചെറിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഇവിടുത്തെ ഭക്തർ വിശ്വാസികൾ അവർ പറയുന്നത് ഈ പൊങ്കാല ഇടുന്നതിന് തൊട്ടു മുൻപും അതിനുശേഷം പൊങ്കാല അർപ്പിച്ചതിന് ശേഷവും ഈ തരത്തിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നത് ഇവിടെ പതിവാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഇവർ അടുപ്പ് കൂട്ടി പൊങ്കാലയുടെ അവസാനവട്ട ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തിയാക്കി ഇനി ആ ഒരു 3 മണിക്കൂർ നേരത്തേക്കുള്ള ആ ഒരു കാത്തിരിപ്പാണ്, വിശ്വാസികളുടെ കാത്തിരിപ്പാണ്. ഒരു വർഷം നീണ്ട ഒരു കാത്തിരിപ്പിനാണ് സഫലമാകുന്നത്. ഏതായാലും നമുക്ക് ഈ ചേച്ചിമാരോടൊക്കെ തന്നെ ചോദിക്കാം. ചേച്ചി, അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? അവസാന ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? വന്നതേ ഉള്ളൂ, ഞങ്ങൾ ലേറ്റ് ആയി വരാൻ. ലേറ്റായി പോയോ? എവിടുന്നാ വരുന്നത്? ഞങ്ങളങ്ങ് കൊല്ലത്തുനിന്നാ. എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വരുന്നു. ആദ്യമായിട്ട് വരുന്നവരുണ്ട്, വർഷങ്ങളായിട്ട്. അമ്മ എല്ലാ വർഷവും വരാറുണ്ടോ? നല്ല അഭിപ്രായമാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്ന് പൊങ്കാല ഇടാൻ ഒത്തതിന് ഞങ്ങൾക്ക് ആറ്റാലമ്മയോട് അധികം സന്തോഷം. എന്താണ് അമ്മേ, പായസമാണോ നിവേദ്യം? പായസം പലതരത്തിലുള്ള നൈവേദ്യങ്ങളുണ്ട്, പായസമുണ്ട്. ആ തരത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ചേച്ചിമാരൊക്കെ ഇതേ അടുപ്പ് കൂട്ടി ഉള്ള അവസാനഘട്ട മൺകലങ്ങളൊക്കെ വെച്ച് നിറച്ച് അവസാനഘട്ട ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെയാണ്. അമ്മ എല്ലാ വർഷവും വരാറുണ്ടോ? അമ്മേ എല്ലാ വർഷവും വരാറുണ്ടോ? മോളെ 18 വർഷം കൊണ്ട് വരെയാണ്. സ്ഥലത്താണ് ഇട്ടിട്ടുള്ളത്, പല ദിക്കിലും എല്ലാ സ്ഥലത്തും. അപ്പൊ ഒരുവിധം തലസ്ഥാന നഗരത്തെ എല്ലാ സ്ഥലത്തും ഇട്ടിട്ടുണ്ട്. മാതിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം അറിയാം. അമ്പലത്തിന്റെ മുന്നിലൊക്കെ ഇട്ടിട്ടുണ്ട്, മുന്നിലിട്ടിട്ടുണ്ട്. അവിടെ എല്ലാം പോയിട്ട് കഴിഞ്ഞ മണക്കാട് അമ്പലത്തിലായിരുന്നു. ഇപ്രാവശ്യം ഇവിടെ വന്നിടാന്ന് വിചാരിച്ച് ബസ് സൗകര്യം നോക്കി ഇവിടെ വന്നിട്ടതാണ്. ഓരോ പ്രാവശ്യവും ഓരോ സ്ഥലം തെരഞ്ഞെടുക്കും അല്ലേ? അമ്മ ഇപ്പൊ ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടല്ലോ, അത് പതിവുള്ളതാണോ? ഇല്ല, ഈ നല്ല വേനൽ ഇതായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പൊ അമ്മയുടെ അതുകൊണ്ട് എല്ലാവർക്കും പുണ്യവെള്ളം തളിക്കണമെന്നാണ് ഞങ്ങൾക്കിപ്പം ചെറിയ ആശ്വാസമൊക്കെ ഉണ്ടല്ലോ തോന്നുന്നുണ്ട്. കൂടുമെന്ന് കാത്തിരുന്നതാണ്. വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടോ? എല്ലാം കരുതിയിട്ടുണ്ട്. എല്ലാം സെറ്റാണല്ലേ? എല്ലാം സെറ്റാണ്. അത്തരത്തിലാണ് അമ്മമാരുടെ ഒക്കെ മുഖത്ത് നമുക്ക് ആ സന്തോഷം കാണാം. അമ്മ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ കൊല്ലത്തുനിന്ന് വരുവാണ്. അമ്മ എല്ലാം അങ്ങനെയാണ്. ഇവിടെ കൊച്ചുകുട്ടികളും ഒക്കെ ആയി എത്തുന്നവരുണ്ട്, നിരവധി പേരുണ്ട്. ഇവരൊക്കെ ഈ ഒരു ചെറിയ ചാറ്റൽ മഴ ആയതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്കൊക്കെ അവർ ഇരിക്കുകയാണ്. ഇനിയുള്ള കാത്തിരിപ്പാണ്, ആ ഒരു 3 മണിക്കൂർ ഉള്ള കാത്തിരിപ്പാണ്. വ്രതശുദ്ധിയോടെ പൊങ്കാലയിടാൻ എത്തിയവരാണ് ഈ കാണുന്നവരൊക്കെയും. നിലവിൽ ഇപ്പോഴും ട്രെയിനുകളിലും ബസ്സുകളിലും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നവരും ഉണ്ട്. നമുക്ക് ഏതായാലും ഇവരോട് വിശേഷങ്ങൾ ചോദിക്കാം. ചേച്ചി, അവസാനവട്ട തയ്യാറെടുപ്പിലാണ്? അതെ അതെ. എന്താണ് നൈവേദിക്കുന്നത്? പൊങ്കാല, മണ്ടപ്പുറ്റ്, തെരളി. എല്ലാ വർഷവും വരാറുണ്ടോ? വരും. ഇത്തവണ എന്തെങ്കിലും വഴിപാടുണ്ടോ? എല്ലാ പ്രാവശ്യവും ഇതേ വഴിപാട് തന്നെയാണ്, പ്രത്യേകതയൊന്നുമില്ല. എല്ലാ പ്രാവശ്യവും ഒരേപോലെയാണ്. SKN കഴിഞ്ഞ വർഷം 5 ലക്ഷം സ്ത്രീകളാണ് പൊങ്കാല ഇടാൻ എത്തിയിരുന്നതെങ്കിൽ ഇത്തവണ അതിലും കൂടുതൽ പേർ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 3000-ലധികം പോലീസുകാരുണ്ട്. അതിൽ കൂടുതലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന സ്ത്രീകളുടെ വലിയ തരത്തിലുള്ള ഉത്സവം ആയതുകൊണ്ട് തന്നെ കൂടുതലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയാണ്. അതുപോലെ തന്നെ ഈ ഓക്കെ, താങ്ക് യു. ഗോപിക സുരേഷാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാലിലെ വിളിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഘമാണ് ആറ്റുകാലിൽ നടക്കുന്നത്. ആറ്റുകാലിൽ നിന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഭക്തർ പൊങ്കാല നിവേദിക്കാനായിട്ട് അണിനിരന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരമൊരു സംഗമം ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കാണാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. എല്ലാ വർഷവും ഓരോ വർഷവും കഴിയുന്തോറും ഈ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ചില പ്രേക്ഷകർ പറയുന്നു, ചന്ദ്രൻ ചിറയിലെ പോലെ ചില പ്രേക്ഷകർ പറയുന്നു, മറ്റു വാർത്തകളെ അവഗണിക്കരുത്, പുറത്ത് പലതും കേൾക്കുന്നു. ചന്ദ്രൻ പുറത്ത് കേൾക്കുന്നൊന്നും എല്ലാം ഒന്നും ഇപ്പോൾ വിശ്വസിക്കേണ്ട കാര്യം, പുറത്ത് നമ്മൾ പലതും കേൾക്കും. അപ്പോൾ കേൾക്കുന്നതൊക്കെ പ്രേക്ഷകരിലെത്തും കേൾപ്പിക്കാൻ പറ്റുന്നത്.